നമ്മൾ കുറെ നാളായി ആലോചിക്കുന്നത് ഒരു ട്രേഡ് ചെയ്യണം, വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്നത് ഒരു ട്രേഡ് ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ നമ്മുടെ ഇവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് വകേരുവ, നമ്മുടെ ക്യാമറമാൻ ആണ് നിലവിൽ. ഇപ്പോൾ നമ്മുടെ കൂടെ മിസ്സബലി ആണുള്ളത്. മിസ്സബലി എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ എങ്ങനെയാണ് മറ്റേ ട്രേഡ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടിയത്? നമുക്കത് ഹോട്ടലിൽ വെച്ച് നമ്മൾ ഇല കൊടുത്തായിരുന്നല്ലോ, അതിന്റെ ഒരു ധൈര്യത്തിലാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ ഹോട്ടലിൽ വെച്ച് ഇല കൊടുത്ത് ഫേമസ് ആയ ധൈര്യത്തിലാണ് അപ്പൊ ഇന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവന്റെ ട്രേഡിംഗ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? സേഫ്റ്റി പിന്നോടാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. സേഫ്റ്റി പിന്ന് കൊടുത്ത് നമ്മൾ ട്രേഡ് ആരംഭിക്കാൻ വേണ്ടി പോകണം. അപ്പം ട്രേഡിന്റെ തുടക്കം തന്നെ ഒരു വഷളാണെന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ കമ്പനിക്കാരന്റെ കടയിൽ തന്നെയാണ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഐശ്വര്യ മൈക്ക് പിടിക്കുക, കൈ അടിക്കണം കേട്ടോ എല്ലാവരും മൈക്ക് പിടിക്കുമ്പോൾ. അപ്പൊ നമുക്ക് തമീമിന്റെ കടയിൽ നിന്ന് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ തമിക്ക നമുക്കില്ല, ഇത് ട്രേഡിങ്ങിനാ വന്നേക്കുന്നത്. അപ്പൊ ഇത് സേഫ്റ്റി പിൻ. അപ്പൊ ഇതിനെക്കാട്ടി മൂല്യമുള്ള എന്തെങ്കിലും തമിക്കടെ തരാനുണ്ടെങ്കിൽ തരാം. ഉദ്ദേശം നമുക്ക് എന്താ സ്പോർട്സ് അക്കാഡമിയിൽ മാറ്റി കരാട്ടയുടെ ഇതിനെ മാറ്റിടാൻ വേണ്ടിയാണ്. അപ്പൊ സേഫ്റ്റി പിന്ന് കൊടുത്ത് നമ്മള് പേന മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ട്രേഡ് ഇത് വെച്ച് ചെയ്യാം അല്ലെ? ഓക്കെ. നമ്മളിപ്പോ പേറ്റ ടൗണിലിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേന ട്രേഡ് ചെയ്ത് നമുക്ക് ഇതിനെക്കാട്ടി മൂല്യമുള്ള എന്തെങ്കിലും എടുക്കണം. അപ്പൊ നമുക്ക് ഇനി ഇവിടെ ആരെങ്കിലും ഒക്കെ കാണണം, എന്നിട്ട് വേണം നമുക്ക് അവരുടെ ട്രേഡ് മേടിച്ചെടുക്കാൻ. അത് കഴിച്ച് നമുക്കപ്പോ അവിടെ കൊടുക്കാം. ആ ബേക്കറി നമുക്ക് കയറിയിട്ട് എന്ത് വരും നോക്കാം. അവര് ആദ്യത്തെ ഒരു ആവേശമുള്ളൂ. ഇവിടെ എത്തിയപ്പോഴേക്ക് വിറക്കിത്. അവിടെ കയറുമ്പോ കാലെല്ലാം നമ്മൾ അവിടെ കയറുമ്പോ ഞങ്ങളൊരു യൂട്യൂബ് ചാനലിന്റെ വക വരുവാണ്. അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ പേന ട്രേഡ് ചെയ്യണം. അപ്പൊ ഈ പേനയെക്കാട്ടി മൂല്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാം. പൈസ അല്ല, മൂല്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാം. എന്തെങ്കിലും ഉണ്ടോ? അല്ലെ സ്കിപ്പ് ചെയ്യണം, സ്കിപ്പ് ചെയ്യാം. സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇതേപോലെ കണ്ടോ ബിസ്ക്കറ്റ് ഇട്ട് കഴിച്ചു നമുക്ക്. അപ്പൊ സക്സസ്ഫുള്ള്. പക്ഷെ കുഴപ്പമില്ല കഴിച്ചു. നമുക്ക് ഇത് ഫസ്റ്റ് ആവേശത്തിൽ നമുക്ക് ബിസ്ക്കറ്റ് ഇട്ടിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. അയക്കാ പറഞ്ഞ ഓണർ ഉള്ളപ്പോ തരാം. ഇപ്പൊ സ്റ്റാഫ് ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ സ്പീക്കർ ആദ്യമായിട്ട് ഇങ്ങനെ റെസ്ക്യൂ എന്ന് പറഞ്ഞ ഈരാറ്റിലാണ്. നമ്മുടെ ഇതിനെക്കാട്ടി മൂല്യമുള്ള സക്സസ് ആവും തോന്നുന്നു, അറിയത്തില്ല. നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ എയർപോർട്ടാണ് കട വരുന്നത്. നമുക്ക് കാണിച്ചാൽ കൈറോന്നാണ്. നമുക്ക് ഇവിടെ ഷോപ്പ് ഫുള്ള് എല്ലാം ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇവിടെ. അപ്പം ഇവിടെ നമുക്ക് ഇവിടെ റിപ്പയർ ചെയ്യാൻ അവർക്ക് 3 സ്റ്റാഫ് റിപ്പയറിന് വേണ്ടി മാത്രമാണ് ഇവിടെ. എല്ലാ ഫോണും ഇവിടെ റിപ്പയർ ചെയ്ത് കൊടുക്കാനാണ് വരുന്നത്. ഇത് ഇവിടുത്തെ സ്റ്റാഫുകളാണ്. അവിടെയാണ് മെയിൻ റിപ്പയർ. ഇവിടെയും അവിടെയാണ് മെയിൻ റിപ്പയർ സിസ്റ്റം വരുന്നത്. ഇവിടെ ഇത് ഒറ്റ ചെറിയ ചെറിയ പ്രശ്നം ഇതുകളും അവിടെയാണ് കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നമ്മൾ എന്തിവിടെ കൊടുത്താലും അവരപ്പോൾ ഇവിടെ ചെയ്തു തരുന്നതാണ്. നമുക്കിവിടെ ഷോപ്പിന്റെ നമുക്ക് ഇത് കാണാം. ഫ്രണ്ട് എവിടെയാ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഈരാറ്റുപേട്ട ഈ ഡി ഹബ്ബ് അവിടെ മറ്റേ എന്തായിരുന്നു സോൾ ഓഫ് ബ്യൂട്ടി അതിന്റെ ഓഫീസിന്റെ അകത്തോട്ട് കയറിയിട്ടാണ് ഇരിക്കുന്നത് ഡി ഹബ്ബ് കടയുടെ ഒക്കെ. അപ്പോൾ എല്ലാവരും ഇത് കൂടുതലും നോട്ട് ചെയ്യത്തില്ല. പക്ഷെ ഇത് അടിപൊളി ഞാൻ കണ്ടേ വെച്ചേറ്റും നല്ല കടയാണ്. ഇവിടെ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ വന്നതുകൊണ്ടാണ്, നമുക്ക് അറിയാവുന്ന ആളായതാണ് ഞങ്ങൾ ഇവിടെ വരെ ഇങ്ങനെ വന്നത്. അപ്പൊ ഈ കട വരുന്നത് ഈരാറ്റുപേട്ട ഡി ഹബ്ബ് സോൾ ഓഫ് ബ്യൂട്ടിയുടെ ഓപ്പോസിറ്റ് ആണ് ഈ കട വരുന്നത്. ഇവിടെ കാണിക്കാം, ഇതാണ് കട. അപ്പൊ നമുക്ക് ഇനി പോകേണ്ട ഡി ഹബിലോട്ട് പോകാം. അതാണ് ഞങ്ങളുടെ ഇത്. അവിടെ ആ ഒരു സെക്ഷൻ ഫുള്ള് ഒരു കടകൾ കുറെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ പോയിട്ട് ഇത് ചെയ്ത് നോക്കാം. അപ്പൊ ഞങ്ങൾ അങ്ങനെ മഗ്‌രിബ് അടുത്ത ട്രേഡിങ് ഇറങ്ങി. ഇവിടെ നമുക്ക് ലാസ്റ്റ് ട്രേഡിങ് നിർത്തിയത്. അവര് ഈ എയർപോർട്ടിലാണ് നമുക്ക് ഇനി അടുത്ത ട്രേഡ് ചെയ്ത് എടുക്കാനുള്ളത്. എന്തായാലും ഇവര് ഏറ്റവും വലിയ നമുക്ക് ഇതുവരെ കിട്ടിയത് ഏറ്റവും വലിയ ഇതാണ്. 3ാമത്തെ ട്രേഡിങ്ങിൽ തന്നെ അല്ല 4ാമത്തെ ട്രേഡിങ് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത ഇത് ടാർഗറ്റ് ഡി ഹബ് ആണ് ഗൈസ്. അവിടെ കൊണ്ട് ഇത് കൊടുക്കുവാണെങ്കിൽ അവര് തരുവായിരിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഗൈസ്. അപ്പൊ നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. നമുക്ക് കേറി ഇത് പറഞ്ഞു നോക്കാം. സ്കിപ്പ് ഇല്ലയോന്നൊന്നും അറിയത്തില്ല. വാ, ഞങ്ങളുടെ ഇത് ട്രേഡിങ് സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പിന്ന് ട്രേഡ് ചെയ്ത് അതിനെക്കാട്ടി മൂല്യമുള്ള എന്തെങ്കിലും തരുന്നത്. അപ്പൊ നമ്മളിപ്പം പിന്ന് ട്രേഡ് ചെയ്ത് പേന അങ്ങനെ പിന്നീന്ന് തുടങ്ങിയത്. ഇപ്പൊ ഇതൊരു ഇയർപോഡ് വരെ എത്തിയിട്ടുണ്ട്.
അതുകൊണ്ട് ഈസാക്കിനെക്കാട്ടി മൂല്യമുള്ള എന്തെങ്കിലും തരാൻ പറ്റത്തില്ല. നമ്മളെ ഇത് ഇതെന്ന് വെച്ചാൽ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഒരു സ്പോർട്സ് അക്കാഡമിക്ക് മാറ്റി സ്പോൺസർ ചെയ്യുന്നുള്ളത്. ഒക്കെ എന്നെ തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തരാം, ഇതിനെക്കാട്ടി മൂല്യമുള്ള. അപ്പം അത് നമ്മൾ ട്രേഡ് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഫോണാണ്. കട വരുന്നത് ഇവിടെ ഈരാറ്റുപേട്ട നമ്മൾ നേരത്തെ വിളിച്ച ആ ഷോപ്പിന്റെ സെയിം ഓപ്പോസിറ്റാണ് ഈ കട വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്നൊരു ഫോണാണ് കിട്ടിയിരിക്കുന്നത്. അസീമിനെ നമ്മൾ വഴി വെച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അസീമ നാളെ പോലെ നമ്മുടെ ട്രേഡ് ചെയ്യാനുണ്ടാവും. അസീമിനെ കണ്ടാ എന്തായാലും ആൾക്കാർ തരാതിരിക്കല്ലോ എന്തെങ്കിലും. അപ്പൊ നമുക്ക് വഴിയിൽ നിന്ന് ഒരു പുതിയ സബ്സ്ക്രൈബ് കിട്ടിയിട്ടുണ്ട്. കടയുടെ പേര് പരിചയപ്പെടുക. പേരെന്താ? പോകുന്ന വഴിക്ക് അത്ര ആത്മാർത്ഥതയായിട്ട് പിടിച്ച് ഇങ്ങോട്ട് വന്ന് മിങ്കി ഒരു കാക്ക എവിടെ കയറാൻ പോന്നെ എന്നെ കാണിച്ചേ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ ലൈവായിട്ട്. ഓക്കെ, തീർച്ചയായിട്ടും ചെയ്തോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നാളെ നോക്കി കടയിൽ വരാം കേട്ടോ. കടയിൽ ഓണർ വരുമെന്നാ പറയുന്നത്. ഓക്കെ, അതെ ഈ സമയം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോസ് എല്ലാം കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞങ്ങൾ നടന്ന് ഇപ്പൊ പാലത്തിന്റെ കൂടെ നടക്കുക കേട്ടോ. നമുക്ക് ഇനി എന്തൊക്കെ കിട്ടുമെന്ന് കണ്ടറിയാം. വലിയ പ്രതീക്ഷകൾ വെച്ചുള്ള യാത്രയാണിത്. ഫോൺ പോലും എടുക്കത്തില്ല, പക്ഷെ അവര് നമുക്ക് ഇങ്ങോട്ട് പ്രോത്സാഹനമായിട്ട് എന്തെങ്കിലും തരാൻ വേണ്ടി നമുക്ക് എയർപോർട്ട് ഇട്ടുണ്ട്. അപ്പൊ ട്രേഡ് ചെയ്യാൻ 2 സാധനമായിട്ടുണ്ട്. വേണ്ട എല്ലാരും ഓളം വയ്ക്കും അവിടെ പോയി. നമുക്ക് ഇത് കിട്ടിയത് ഈ ഹബ്ബിൽ നിന്നാണ് കേട്ടോ. ആൻഫ്രീ പോസ് നല്ല അത്യാവശ്യം വലിയ കടയാണ്. ഇത് കാണിച്ചേ, അത്യാവശ്യം നല്ല സംഭവമാണ് കേട്ടോ. KDM ആണ്. ഞാൻ വില ഇത് വില ഇതില്ല, അതായത് കുഴപ്പമില്ല. നമുക്ക് ആർക്കെങ്കിലും കൊടുത്തു നോക്കാം. പ്ലാനിങ് ആണ് അവിടെ കയറുന്നുള്ളത്. ഒരുപാട് കടയുണ്ട്, പക്ഷെ ഇവിടെ ഒന്നും മുതലാളിമാരില്ല. എന്നാ ക്രോക്സി കയറാം, മെൻസ് വെയർ. എന്നാ ഏതെങ്കിലും 2 സാധനമുണ്ട്. എന്തെങ്കിലും തരണം. ഇതിനേക്കാളും മൂല്യം എന്നാ ആദ്യം ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഞാൻ പിന്നെ ഒന്നും ഇടലായിരുന്നോ? അത് ഞാൻ ചെയ്യുന്നുണ്ടാ. ഇതല്ലേ ഇതല്ലേ അത് അപ്പൊ ഓക്കെ എന്നാ മൻസൂർ എന്നാണ് നമുക്ക് ഈ സാധനം കിട്ടിയത്. ഇവിടെ ഷൂ, ഷർട്ട്, പാൻസ് എല്ലാം ഉണ്ട് കേട്ടോ. വാച്ച് ഇവിടെ വാച്ച് സൈമ് കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാഗ്നറ്റിക് വാച്ചാണ്. നമ്മളിപ്പം പുത്തമ്പലയുടെ ഓപ്പോസിറ്റ് ഉള്ള ഹിറ ബുക്ക് സ്റ്റാളിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അപ്പൊ നമുക്ക് ഈ കടയിൽ നിന്ന് വേറൊരു കാര്യം സ്പോൺസറാണ്. അങ്ങനെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുവാണ്. എന്നാ ചെയ്യുന്ന അറിയത്തില്ല. ഇതൊക്കെ കൂടി ട്രേഡ് ആകുമോ, നമുക്ക് സ്വന്തമായിട്ട് എടുക്കേണ്ടി വരുമോ? എന്താ ആവശ്യമുള്ള സ്പ്രേ, ഈ മോതിരം എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ കടയിൽ നിന്ന് സ്പോൺസർ ചെയ്യുന്നത് കോബ്രയുടെ സ്പ്രേ. കൈടിച്ചല്ലേ പുതിയ സാധനങ്ങൾ കിട്ടിയ പുതിയ സാധനങ്ങൾ എടുത്താൽ കയ്യിലില്ല. അപ്പൊ ഹിറ ബുക്ക് സ്റ്റാളിൽ നമുക്ക് കിട്ടിയത് ഒരു കോബ്രയുടെ ഒരു സ്പ്രേ ആണ്. പിന്നെ നമുക്ക് ഭയങ്കര കൂടിയ സ്പ്രേ. ശരി എന്നാ നമ്മള് ഇത് ചലഞ്ച് വെച്ച ബാങ്ക് വിളിക്കുന്നിടം വരെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അവസാനിച്ചിരിക്കുന്നു. കൈയിടില്ല.